നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഒ പിയിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. വളരെ ഒരു കോൺട്രവേഴ്സിനും കുറച്ചൊരു ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു സാധനമാണ്. പലപ്പോഴും രോഗികൾ നമ്മളൊക്കെ വരും, പേഷ്യൻ്റ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരുന്നുകൾ നോക്കുമ്പോൾ ഡോക്ടറെ ഞാനിത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നല്ല കുറവുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ച് വണ്ണം വയ്ക്കുന്നു, കണ്ണിന് കുറച്ച് തിമിരം വന്നു, ഷുഗർ കുറച്ച് കൂടി മരുന്നുകൾ കഴിച്ചു തുടങ്ങിയപ്പോൾ. അതെന്താ മരുന്നുകൾ നോക്കുമ്പോഴാണ് അത് ഒംനാക്കോട്ടിലോ വൈസ്ലോൺ എന്നൊക്കെ പറയുന്ന അല്ലെ മീഥൈൽ പ്രെഡ്നിസോൾ, ഡെഫ്ലാസാക്കോട്ട്, ഡെഫ്സ എന്നൊക്കെ പറയുന്ന സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉപയോഗം കാരണമാണ് അവർ നമ്മുടെയൊക്കെ വരുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റിറോയിഡുകൾ? ഇത് നമുക്ക് എത്രമാത്രം യൂസ് ചെയ്യാം, യൂസ് ചെയ്യാമോ, യൂസ് ചെയ്യണമെങ്കിൽ ആരിലാണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് എന്താണ് സ്റ്റിറോയിഡ് എന്ന് അറിയണ്ടേ? ആ സ്റ്റിറോയിഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിറോയിഡ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതെന്താണെന്ന് ഞാൻ വരുന്ന വഴി പറയാം. സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ ഹോർമോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ സ്റ്റിറോയിഡ്. അപ്പോൾ ശരീരത്തിൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് നോർമലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇത് ഹയർ ഡോസിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടൊക്കെ വളരെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സ്റ്റിറോയിഡ് നോർമൽ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ നമ്മുടെ BP മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ വളരെ കൂടുതൽ ഫംഗ്ഷനുള്ളൊരു ഹോർമോണാണ് ഈ സ്റ്റിറോയിഡ് ഹോർമോൺ. പക്ഷേ ഇത് ഹയർ ഡോസിൽ യൂസ് ചെയ്യുമ്പോൾ നീർക്കെട്ട് കുറയ്ക്കും. അതുകൊണ്ടാണിത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ഡിസീസിൽ യൂസ് ചെയ്ത് വരുന്നത്. ഇത് കണ്ടുപിടിച്ചത് 1950-കളിൽ ഹെൻച്ച് എന്ന് പറയുന്ന ഒരു റുമറ്റോളജിസ്റ്റാണ്, അമേരിക്കയിൽ നിന്നാണ്. അദ്ദേഹം ഇത് കണ്ടുപിടിച്ചപ്പോൾ ലോകം മൊത്തം വിചാരിച്ചു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചികിത്സയിൽ നമുക്കൊരു ബ്രേക്ക് ത്രൂ വന്നു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മൊത്തം നമ്മൾ ചികിത്സിച്ച് മാറ്റും. കാരണം അദ്ദേഹം കാണിച്ചത് അമേരിക്കൻ കോളേജ് ഓഫ് റുമറ്റോളജിയുടെ ഒരു മീറ്റിങ്ങിൽ ഒരു കിടക്കുന്ന ലേഡി, ആ സമയത്ത് ടോട്ടലി ബെഡ്രിഡൻ ആയിട്ടുള്ള ലേഡി, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നടക്കാൻ പോലും വയ്യ. അവർക്ക് അദ്ദേഹം ഈ ഇഞ്ചക്ഷൻ എടുത്ത് 3-ാം ദിവസം ഇവർ നടന്നു തുടങ്ങി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു പടിക്കെട്ട് കയറി മുകളിൽ വരുന്ന ഒരു വീഡിയോ അദ്ദേഹം കാണിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് കാണിച്ചപ്പോൾ ലോകം വിചാരിച്ചു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ കീഴടക്കി. പക്ഷേ അതിനുശേഷമാണ് അപ്പോൾ ആളുകളെല്ലാം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എല്ലാവർക്കും സ്റ്റിറോയിഡ് മരുന്നുകൾ കൊടുത്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്ത് മനസ്സിലായി? ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ പുറത്തു വന്നു തുടങ്ങി. ഒന്ന്, ആളുകൾക്ക് എല്ലുകൾ പൊടിഞ്ഞു തുടങ്ങി, ആളുകൾക്ക് ഷുഗർ വന്നു, പ്രഷർ വന്നു, മുഖത്തിന് വീക്കം വയ്ക്കുന്നു, കണ്ണിന് തിമിരം വരുന്നു, അങ്ങനെ 100 കണക്കിന് സൈഡ് എഫക്റ്റുകൾ പുറത്തു വന്നു തുടങ്ങി. അപ്പോൾ സ്റ്റിറോയിഡ് ഉപയോഗം ആൾക്കാർ കുറച്ചു. അതിനുശേഷമാണ് സ്റ്റിറോയിഡ് ഇല്ലാതെ എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്തകളിലേക്ക് വന്നത്. അപ്പോഴാണ് ഇപ്പോഴത്തെ ഇമ്മ്യൂണോളജിയിൽ എല്ലാ റിസർച്ച് നടന്ന് കുറേയധികം സ്റ്റഡികൾ നടന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും കണ്ടുപിടിക്കപ്പെട്ടതും ഈ സ്റ്റിറോയിഡുകളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിറോയിഡുകൾ ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റിറോയിഡിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റിറോയിഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യും, നീർക്കെട്ട് വളരെ പെട്ടെന്ന് കുറയ്ക്കും, ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന മരുന്നുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അധികമായാൽ അമൃതം വിഷം. അപ്പോൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് വളരെ കുറച്ച് ഡ്യൂറേഷന് കൊടുക്കേണ്ട മരുന്നാണ് സ്റ്റിറോയിഡുകൾ. നമ്മുടെ നാട്ടിൽ 2 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒരു തരത്തിലുള്ള ആളുകൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, സ്റ്റിറോയിഡുകൾ ഇങ്ങനെ ലോങ് ടേം കഴിച്ചുകൊണ്ടിരിക്കും, അത് തന്നെ മേടിച്ച് കഴിച്ചു. ഡോക്ടർ 2 മാസത്തേക്ക് പറഞ്ഞായിരിക്കും, അവരുടെ കഷ്ടപ്പാടും ഉണ്ടാകട്ടെ, നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. വീട്ടിലൊരു അമ്മയാണ്, 25 വയസ്സ്, ഒരു 30 വയസ്സുള്ള 35 വയസ്സുള്ള ലേഡിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയാണ്, അവർ നടക്കാൻ വയ്യ. അവർക്ക് ഡോക്ടർ ഒരു സ്റ്റിറോയിഡ് എഴുതി കൊടുത്തു, പെട്ടെന്ന് തന്നെ അവർക്ക് അസുഖം കുറഞ്ഞു. പിന്നെ അവരെന്ത് ചെയ്യും? അവർക്ക് ഡോക്ടറെ പോയി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന കുറഞ്ഞു, കുട്ടികളെ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ കൊടുത്ത് വിടണം, അവർ അതന്നെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 5, 6, 8 വർഷം കഴിയുമ്പോഴാണ് ഇത് സൈഡ് എഫക്റ്റുകൾ വരുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്, എന്തുകൊണ്ടാണെങ്കിലും. പക്ഷേ സ്റ്റിറോയിഡുകൾ ലോങ് ടേം കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാകും. എന്താണ് സൈഡ് എഫക്റ്റ്? 1, കണ്ണിൽ തിമിരം വരാം. 2, എല്ലുകൾക്ക് തേയ്മാനം വരാം, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. ഓസ്റ്റിയോപോറോസിസ് വന്നു കഴിഞ്ഞാൽ എല്ലുകൾ പൊടിയും, എല്ലുകൾ ഒടിയും. 3, ഷുഗർ വരും. സ്റ്റിറോയിഡ് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ യൂഷ്വലി നല്ല ഡോസിൽ 10 മില്ലിഗ്രാമിന് മുകളിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരും. 4, പ്രഷർ കൂടാം. ഇൻഫെക്ഷൻ്റെ റിസ്ക് ഭയങ്കരമായിട്ട് കൂടും. ന്യൂമോണിയ, യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനത്തെ ഇൻഫെക്ഷൻ്റെ റിസ്ക്കുകൾ വളരെയധികം കൂടും. പിന്നെ മുഖത്ത് കുഷിങ്ങോയിഡ് ഫേസ്, ചെറിയൊരു വീർപ്പ് വരും, മസിലുകൾക്ക് ബലം കുറയും, വീഴ്ചയ്ക്കുള്ള സാധ്യത കൂടും. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റിറോയിഡിന് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. ആ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നത് യൂഷ്വലി ലോങ് ടേം ഹൈ ഡോസ് സ്റ്റിറോയിഡ് കഴിക്കുമ്പോഴാണ്. 10 മില്ലിഗ്രാമിൽ കൂടുതൽ 3 മാസത്തിൽ കൂടുതൽ കഴിക്കുമ്പോഴാണ് കൂടുതൽ സൈഡ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ ലോങ് ടേം സൈഡ് എഫക്റ്റ് ഒരു യൂസർ സ്റ്റിറോയിഡിൻ്റെ എന്തുകൊണ്ടും നമ്മൾ കുറയ്ക്കണം. ഷോർട്ട് ടേം ആണെങ്കിൽ തന്നെ വളരെ വേണ്ടപ്പെട്ട രോഗികൾക്ക് വളരെ കുറച്ച് ഡ്യൂറേഷന് വേണ്ടി മാത്രമേ നമ്മൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു തരത്തിലുള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ കോവിഡിന് തന്നെയാണെങ്കിൽ സ്റ്റിറോയിഡുകൾ കിട്ടും എന്ന് വിചാരിച്ച് ചികിത്സ എടുക്കാതിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നെ നമ്മുടെ കുറേ പേഷ്യൻസ് നമ്മുടെയൊക്കെ എന്ന് പറയുന്നത്, ഡോക്ടറെ അലോപ്പതിയിലെല്ലാം സ്റ്റിറോയിഡ് മരുന്നുകളെല്ലാം യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അലോപ്പതി വേണ്ട, ഇങ്ങനെ പറയുന്ന രോഗികളുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്,
സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉപയോഗം ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സയിലൊക്കെ വളരെ 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 കുറവാണ്. ലോങ് ടേം യൂസ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വളരെ എഫക്റ്റീവായുള്ള തെറാപ്പി ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ട് കാലത്ത് ഈ ബ്രിഡ്ജിങ്ങിന് വേണ്ടി, അതായത് പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിറോയിഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടൊഫാസിറ്റീവ് ആണെങ്കിലും മാൻറ്റിറ്റീനഫ് ഇഞ്ചക്ഷൻസ് ആണെങ്കിലും ബയോളജിക്കിലേക്ക് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സും ഈ ബ്രിഡ്ജിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റിറോയിഡുകളില്ലാതെ നിങ്ങളെ ചികിത്സിക്കാൻ സാധിക്കും. സ്റ്റിറോയിഡുകൾ വേണ്ടി വരുന്നവർക്ക് തന്നെ വളരെ കുറഞ്ഞ ഡ്യൂറേഷന് വളരെ കുറഞ്ഞ ഡോസിൽ മാത്രമേ കൊടുക്കേണ്ടി വരാറുള്ളൂ. പക്ഷേ ഒപ്റ്റിമൽ യൂസ് ഓഫ് സ്റ്റിറോയിഡ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇതിൽ കാണുന്ന കുറേ ആളുകൾ ഒപ്റ്റിമൽ ഡോസ് ഓഫ് സ്റ്റിറോയിഡ് ചെറിയ കുറച്ചൊരു 3-4 മാസത്തേക്ക് കഴിക്കുന്നത് കൊണ്ട് വളരെ ചെറിയ ഡോസിൽ, ഒപ്റ്റിമൽ ഡോസ് ഞാൻ പറഞ്ഞത് 5 മില്ലിഗ്രാം 6 മില്ലിഗ്രാമിൽ താഴെയൊക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ ദോഷമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, 3 മുതൽ 4 മാസത്തേക്കൊക്കെയാണ് ഈ ബ്രിഡ്ജിങ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സയിൽ. അപ്പം സ്റ്റിറോയിഡ് യൂസ്ഫുൾ ആണ്, പക്ഷേ അതിന് ഹാം എഫക്റ്റും ഉണ്ട്. മൂന്നാമതൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ ഇപ്പോൾ ഈ സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സ്റ്റിറോയിഡ് കഴിക്കുന്ന രോഗികൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മണ്ടത്തരം എന്തോ, ഇത് ഞാൻ കുറേ നാളായി കഴിക്കുന്നു, ഇപ്പോൾ തന്നെ നിർത്തിയേക്കാം. ഒരിക്കലും ചെയ്യരുത്. അത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി വരുന്ന ഒരു ഹോർമോണാണ് സ്റ്റിറോയിഡ്. ഹോർമോൺസ് നമ്മുടെ ജീവൻ നിലനിർത്താൻ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ പെട്ടെന്ന് നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ സ്റ്റിറോയിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അപ്പോൾ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്ത് പറ്റും? ഈ അഡ്രിനൽ ഗ്ലാൻഡ് മടിയനായിട്ട് അവിടെ കുത്തിയിരിക്കും. അവന് ഉൽപ്പാദിപ്പിക്കണ്ടല്ലോ, പുറത്തുനിന്ന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ പണിയെടുക്കണ്ട. അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡ് ഫംഗ്ഷൻ ചെയ്യത്തില്ല. നമ്മൾ പുറത്തുനിന്നിരിക്കുന്ന സ്റ്റിറോയിഡ് നിർത്തുകയും ചെയ്തു. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ സ്റ്റിറോയിഡിൻ്റെ അളവുകൾ പെട്ടെന്ന് ഇല്ലാതാകും. അതിനെയാണ് അഡിസോണിയൻ ക്രൈസിസ് എന്ന് വിളിക്കുക. പെട്ടെന്ന് BP കുഴഞ്ഞു പോവുക, വിശപ്പില്ലാതെ വരിക, വയറിളക്കം വരിക തുടങ്ങിയ പേഷ്യൻ്റ് ICUവിൽ പോലും ലാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റിറോയിഡുകൾ ഒരിക്കലും പെട്ടെന്ന് നിർത്തരുത്. പെട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ഡോക്ടറെ ഒന്ന് പറഞ്ഞു സ്റ്റിറോയിഡ് കഴിക്കണം, എപ്പോഴും ഡോക്ടറുടെ മാർഗ്ഗനിർദ്ദേശത്തോടെ മാത്രം കഴിക്കുക. അത് കണ്ടു, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ ഞാൻ സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കണം, എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? പാനിക് മോഡൊന്നും ഹിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത്, ഡോക്ടറെ ഞാനിങ്ങനെ സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഫസ്റ്റ് അസുഖത്തിന് വേണ്ടി കൺട്രോൾ ചെയ്യാനുള്ള ബാക്കിയുള്ള മരുന്നുകൾ നമ്മൾ കൂട്ടും. ഇപ്പോൾ സ്റ്റിറോയിഡ് എന്ന് പറയുന്ന ഒരു താങ്കിൽ മാത്രമാണ് നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അസുഖം പിടിച്ചു നിർത്തിയിരിക്കുന്നതിൽ വേറെ 1-2 താങ്ങ് വയ്ക്കും. മെത്തോട്രെക്സേറ്റോ HCQSO MMF, നിങ്ങളുടെ അസുഖം എന്താണെന്ന് നോക്കി അതനുസരിച്ച് മരുന്നുകൾ തുടങ്ങുക. അപ്പോൾ അസുഖം കൺട്രോളാകും. അസുഖം കൺട്രോളായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ സ്റ്റിറോയിഡുകളുടെ അളവ് കുറച്ച് കൊണ്ടുവന്ന്, ആദ്യം ഇപ്പോൾ 6 മില്ലിഗ്രാമാണ് 3 മില്ലിഗ്രാം ആക്കി, പിന്നെ പതുക്കെ 1, 2, 3 മാസം കൊണ്ട് പതുക്കെ 6 മാസം കൊണ്ട് പതുക്കെ അത് നിർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ സ്റ്റിറോയിഡ് പെട്ടെന്ന് നിർത്തിയ 2 പ്രശ്നമാണ്. എസ്പെഷ്യലി SLE ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ അവർക്ക് ഭയങ്കരമായ ഫ്ലെയർ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേറെ മരുന്നുകൾ തുടങ്ങണം, അസുഖം കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ തുടങ്ങണം. അതിനുശേഷം പതുക്കെ സ്റ്റിറോയിഡുകൾ നിർത്താൻ പാടുള്ളൂ. ഒരിക്കലും സ്റ്റിറോയിഡുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 മാസം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് സ്റ്റിറോയിഡ് നിർത്തരുത്. ദയവ് ചെയ്ത്, നിങ്ങൾക്കത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത. നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റിറോയിഡ്സ് ആർ വെരി പൊട്ടൻറ്റ് മെഡിസിൻ. അതിന് സംശയമൊന്നുമില്ല, വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനാണ്. കറക്റ്റായിട്ട് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ വളരെ നല്ല ഫലം തരുന്ന മരുന്നാണ്. പക്ഷേ അതിന് ലോങ് ടേം സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ട്, അത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്താൽ സൈഡ് എഫക്റ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ സ്റ്റിറോയിഡുകൾ പുറത്തുനിന്ന് ഒരിക്കലും മേടിച്ച് കഴിക്കരുത്. ഇപ്പം ആവശ്യമുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം വളരെ ചെറിയ കോഴ്സിൽ മാത്രം കഴിക്കുക.